തിരുവനന്തപുരത്തെ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ആക്രമണം സംഘടിത കുറ്റകൃത്യമെന്ന് പറയാനാവില്ല. ആർക്കാണ് ഗുരുതര പരിക്കേറ്റത് എന്നും കോടതിയുടെ ചോദ്യം. 9ാം പ്രതിക്കെതിരായ കേസ് എന്തായി എന്നും ചോദ്യം. ഒരു പ്രതി ആയുധം ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെ അത് കണ്ടെത്താനാകുമെന്നും കോടതി ചോദിച്ചു. തിരുവനന്തപുരത്ത് അരങ്ങേറിയത് സംഘടിത കുറ്റകൃത്യമെന്നായിരുന്നു DGPയുടെ വാദം. മുൻ പ്രോസിക്യൂട്ടർ ഗീനാകുമാരിക്ക് നോട്ടീസ് അയക്കണമെന്ന സർക്കാർ ആവശ്യവും കോടതി അംഗീകരിച്ചില്ല. ശ്യാം ദേവരാജ് ചേരുന്നു. ശ്യാം, സർക്കാരിനോട് കോടതി പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നു. സർക്കാരിനെ സംബന്ധിച്ച്, പോലീസിനെ സംബന്ധിച്ചൊക്കെ തിരിച്ചടിയാണ്. റോഷ്നി, സർക്കാരിനെ സംബന്ധിച്ചും ED യെ സംബന്ധിച്ചും തിരിച്ചടിയാണ് ഇന്ന് ഹൈക്കോടതിയുടെ നടപടികൾ. കാരണം തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 9ാം പ്രതിയായ ഹരീഷിന് ജാമ്യം ലഭിച്ചതുമായി ബന്ധപ്പെട്ടാണ് പുതിയൊരു വിവാദം ഉടലെടുക്കുന്നത്. അതിൽ ഈ തൊട്ടു പിന്നാലെ പ്രോസിക്യൂട്ടർ ഒത്തുകളിച്ചു എന്ന ആക്ഷേപമാണ് ഉയർത്തിയത്. തൊട്ടു പിന്നാലെ പ്രോസിക്യൂട്ടറായ ഡോക്ടർ T ഗീനാകുമാരിയെ തലസ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്തു. ഈ കേസിലാണ് ഈ 9ാം പ്രതി ഹരീഷ് കുമാറിന് ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ അപ്പീൽ നൽകിയത്. ആ കേസിൽ കക്ഷി ചേരാനാണ് ED ഉദ്യോഗസ്ഥർ ശ്രമിക്കുകയും ചെയ്തത്. അതിലാണ് കോടതി ചില ചോദ്യങ്ങൾ സർക്കാരിനോട് ഉയർത്തുന്നത്. അരങ്ങേറിയത് സംഘടിത കുറ്റകൃത്യമാണ് എന്നാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് ഹൈക്കോടതി അറിയിച്ചത്. അതിന് ഹൈക്കോടതി തിരിച്ചു ചോദിച്ച ചോദ്യം സംഘടിത കുറ്റകൃത്യമാണ് എന്ന് പറയാനാവില്ല എന്നാണ്. മാത്രമല്ല, BNS നിയമപ്രകാരം ചുമത്തിയ കുറ്റങ്ങളുണ്ട്. അതനുസരിച്ച് സംഘടിത കുറ്റകൃത്യങ്ങൾ അതിന്റെ നിർവചനത്തിന്റെ പരിധിയിൽ വരില്ല എന്നുകൂടി ഹൈക്കോടതി ജസ്റ്റിസ് CS ഡയസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് നിരീക്ഷിക്കുകയും ചെയ്തു. ആർക്കാണ് ഈ ED ഉദ്യോഗസ്ഥരിൽ ഗുരുതരമായി പരിക്കേറ്റതെന്ന ചോദ്യവും കൂടി ഹൈക്കോടതി ഉന്നയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട ചികിത്സാ രേഖകൾ എവിടെ എന്ന കാര്യം കൂടിയാണ് സർക്കാരിനോട് ചോദിച്ചത്. 9ാം പ്രതിക്കെതിരായ കേസ് സ്പെസിഫിക്കലി കൃത്യമായി എന്താണ് എന്ന കാര്യവും കൂടി DGPയോട് ഹൈക്കോടതി ചോദിക്കുന്നു. 9ാം പ്രതി 27 ദിവസം കസ്റ്റഡിയിലായിരുന്നല്ലോ, അതിനുശേഷമാണ് ജാമ്യം കിട്ടിയത്. ഈ ഘട്ടത്തിൽ തന്നെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ടാകുമല്ലോ, അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പൂർത്തിയാക്കിയിട്ടുണ്ടാകുമല്ലോ എന്ന കാര്യമടക്കം ഹൈക്കോടതി ചോദിക്കുകയും ചെയ്തു. പ്രോസിക്യൂട്ടർ എന്ത് വാദം അറിയിച്ചാലും പ്രോസിക്യൂട്ടർ പ്രതിയുമായി ഒത്തുകളിച്ചു എന്നൊരു വാദം DGP ഉയർത്തുന്നു. അതിന് കോടതി തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം, പ്രോസിക്യൂട്ടർ എന്ത് വാദം അറിയിച്ചാലും ജഡ്ജിയുടെ വിവേചനാധികാരം ഉപയോഗിച്ചാണ് ഉത്തരവെഴുതുന്നത്. അതുകൊണ്ട് തന്നെ ആ ഉത്തരവിൽ തൽക്കാലം ഇടപെടാൻ കഴിയില്ല. ഒരു പ്രതി ആയുധം ഉപയോഗിച്ചില്ലെങ്കിൽ, അതായത് 9ാം പ്രതിയായ ഹരീഷ് കുമാർ ആയുധം ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെ കണ്ടെത്താനാകും? താൻ ആ ഉത്തരവടക്കം വായിച്ചു നോക്കിയെന്ന് ജഡ്ജി വ്യക്തമാക്കുകയും ചെയ്തു. പ്രോസിക്യൂട്ടർ കോടതിയിൽ തെറ്റായ കാര്യങ്ങൾ അറിയിച്ചു എന്നാണ് DGP ഉയർത്തിയ വാദം. പ്രോസിക്യൂട്ടർക്കെതിരെ സർക്കാർ നടപടി സ്വീകരിക്കുമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. പ്രോസിക്യൂട്ടറെ തലസ്ഥാനത്ത് നിന്ന് നീക്കിയെന്ന കാര്യം DGP അറിയിക്കുകയും ചെയ്തു. ഈ സെഷൻസ് കോടതി ഉത്തരവിന്റെ ജാമ്യം നൽകിയ സെഷൻസ് കോടതി ഉത്തരവിന്റെ നിയമസാധുത പരിശോധിക്കാമെന്നാണ് ഹൈക്കോടതി സർക്കാരിനോട് പറഞ്ഞത്. കോടതിയെ സഹായിക്കുന്നത് പ്രോസിക്യൂട്ടർമാരുടെ ചുമതലയാണെന്ന കാര്യവും കൂടി ഹൈക്കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. പക്ഷേ അങ്ങനെയൊക്കെ പ്രോസിക്യൂട്ടർമാർ എന്ത് വാദം ഉന്നയിച്ചു കഴിഞ്ഞാലും വിവേചനാധികാരം ഉപയോഗിച്ചാണ് ജഡ്ജിമാർ തീരുമാനമെടുക്കുന്നത്. 27 ദിവസം പ്രതി ജുഡീഷ്യൽ കസ്റ്റഡിയിലുണ്ടായിട്ടും എന്ത് ചെയ്യുകയായിരുന്നു എന്ന ചോദ്യം കൂടി സർക്കാരിനോട് ഹൈക്കോടതി ചോദിക്കുകയും ചെയ്തു. പ്രതിയുടെ വാദം കേൾക്കാതെ ജാമ്യം റദ്ദാക്കുന്നതിൽ തീരുമാനമെടുക്കാനാവില്ല എന്ന കാര്യവും കൂടി ഹൈക്കോടതി വ്യക്തമാക്കി. തുടർന്നാണ് 9ാം പ്രതിയായ ഈ കേസിലെ 1ാമത്തെ എതിർകക്ഷിയായ ഹരീഷ് കുമാറിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചത്. 2 ആഴ്ചയ്ക്കകം മറുപടി നൽകുകയും വേണം. 2 ആഴ്ചയ്ക്ക് ശേഷമായിരിക്കും പരിഗണിക്കുക. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൽ സർക്കാർ എതിർകക്ഷിയാക്കി വെച്ചിരുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടറായ തിരുവനന്തപുരം കോടതിയിലെ പബ്ലിക് പ്രോസിക്യൂട്ടറായ ഡോക്ടർ T ഗീനാകുമാരിയെയാണ്. ഗീനാകുമാരിക്ക് നോട്ടീസ് അയക്കണമെന്ന ആവശ്യം സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം അംഗീകരിച്ചില്ല. മാത്രമല്ല, പ്രോസിക്യൂട്ടർക്ക് നോട്ടീസ് അയക്കുന്നതിൽ നിന്ന് ഹൈക്കോടതി ഒഴിവാക്കുകയും ചെയ്തു. എന്തായാലും ഇനി ഇതിൽ പ്രതിയുടെ ഭാഗം കൂടി കേട്ടതിന് ശേഷമായിരിക്കും ഹൈക്കോടതി ജാമ്യം റദ്ദാക്കണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഇനി ജൂലൈ 13-നായിരിക്കും ഈ സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ പരിഗണിക്കുക. ശരി, ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകിയത്.